ജീവിതമാർഗം കണ്ടെത്തുവാനായി പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുന്നു. പ്രവാസ ജീവിതത്തിലേക്ക് മടങ്ങിയതിനു ശേഷം ജയിലിൽ പ്രവേശിക്കുന്നു. ആളുകൾ ചതിച്ചിട്ട് അവിടെ എന്താണ് സംഭവിച്ചത്? ശ്രീലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി തെറ്റുകാരിയാണോ? നമുക്കെല്ലാം ചോദിച്ചറിയാം. ശ്രീലക്ഷ്മി, നമസ്കാരം. കടം മേടിച്ച പൈസയുമായിട്ട് ഗൾഫിലേക്ക് പോകുന്നു. അവിടെ ചെന്നതിന് ശേഷം സംഭവിച്ചിരുന്നു. അവര് വാഷ്റൂമിൽ ഇരിക്കുമ്പോൾ അവരുടെ അടുത്തിരുന്ന് ക്ലീൻ ചെയ്യണം നമ്മൾ. അങ്ങനത്തെ ഒരു ഗതികെട്ട അവസ്ഥ. അവിടേക്ക് എങ്ങനെ പ്രതികരിച്ചു ശ്രീലക്ഷ്മി? എനിക്ക് സംസാരിക്കാൻ അറിയില്ല. കരയുക, കൈ കൂപ്പിയിട്ട് മലയാളത്തിൽ പറയാനൊന്നും ചെയ്യല്. കണ്ണാടിയിൽ ഞാൻ തന്നെ പോയി നിന്ന് നോക്കും. എൻ്റെ ഓരോ വാരിയലുകൾ എനിക്കിങ്ങനെ എണ്ണാം. പ്രവാസ ജീവിതം എന്ന് പറയുമ്പോൾ സ്വപ്നം കണ്ടു പോയതല്ലേ ശ്രീലക്ഷ്മി? പക്ഷെ സംഭവിച്ചത് അതല്ല. അതൊരു വല്ലാത്ത അവസ്ഥ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഒരിക്കലും പ്രവാസിയാവരുത്. ഒരാൾ കഴിച്ച വേസ്റ്റ് എടുത്ത് കഴിക്കേണ്ട അവസ്ഥ, അവരുടെ വേസ്റ്റ് ബക്കറ്റിൽ നിന്ന് എടുത്ത് കഴിക്കേണ്ട ഒരവസ്ഥ, അതൊരിക്കലും ഒരാൾക്കും ഉണ്ടാവല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജയിലിലേക്ക് ശ്രീലക്ഷ്മിയെ കൊണ്ടുപോകുന്ന യാത്രയിൽ ഇനി എനിക്ക് പുറം ലോകം കാണാൻ പറ്റുമോ? ഒരു മരണം മുഖാമുഖം കണ്ടു ശ്രീലക്ഷ്മി? എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാൻ ഒരവസരം കിട്ടി. അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. ശ്രീലക്ഷ്മി ജീവിതത്തിൽ എന്തൊരു അവസ്ഥ വന്നാലും താങ്ങായിട്ട് അമ്മയെങ്കിലും കൂടെ കാണത്തില്ലേ? താങ്ങായിട്ട് കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലുള്ള അമ്മയല്ല എൻ്റെ അമ്മ. അമ്മയ്ക്ക് താങ്ങായിട്ട് ഒരാളെപ്പോഴും വേണം. ചെറിയൊരു വൈകല്യമുള്ള ആളാണ്, പിന്നെ ഒരു മെൻ്റൽ പേഷ്യൻ്റ് കൂടാണ്. ഇനി ജീവിതത്തിൽ ഒരു പ്രവാസി ജീവിതത്തിലോട്ടൊരു യാത്ര കാണുമോ? അത് പേടിയാണോ? തീർച്ചയായിട്ടും പേടിയാണ്. പക്ഷെ പ്രിയേച്ചി പ്രവാസിയായിട്ട് നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് പോകുന്നതിന് പേടിയില്ല. കാരണം അവിടെ എനിക്ക് കൈത്താങ്ങായിട്ട് പ്രിയ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിം വർഗീസ്, ഫൺ വിത്ത് സ്റ്റാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതമാർഗം കണ്ടെത്തുവാനായി പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുന്നു. പ്രവാസ ജീവിതത്തിലേക്ക് മടങ്ങിയതിനു ശേഷം ജയിലിൽ പ്രവേശിക്കുന്നു. ആളുകൾ ചതിച്ചിട്ട് അവിടെ എന്താണ് സംഭവിച്ചത്? ശ്രീലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി തെറ്റുകാരിയാണോ? ജയിലിൽ കിടക്കാൻ യോഗ്യതയുണ്ടോ? അല്ലെ ആരാണ് ചതിച്ചത്? നമുക്കെല്ലാം ചോദിച്ചറിയാം. ശ്രീലക്ഷ്മി, നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം. ശരിക്കും ഇന്ന് ശ്രീലക്ഷ്മിയുടെ ഇന്റർവ്യൂ ഞാൻ എടുക്കുമ്പോൾ എനിക്കേറെ സന്തോഷം തോന്നുന്നൊരു കാര്യം, ശ്രീലക്ഷ്മിയെ പോലെ ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ പെട്ടുപോയ അവസ്ഥയുണ്ട്. ഒരുപക്ഷെ അവരാരും ക്യാമറയ്ക്ക് മുന്നിൽ വരാത്ത, മാധ്യമത്തിന് മുന്നിൽ വരാത്ത, പേടിച്ചിട്ടായിരിക്കാം. അവിടെ ശ്രീലക്ഷ്മി അവർക്ക് വേണ്ടി വന്നെന്ന് പറയുമ്പോൾ അതിന് തന്നെ വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്നു. എല്ലാ മനുഷ്യരും പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുന്നത് ജീവിതം ഒന്ന് രക്ഷപ്പെടാനും ഒന്ന് ഉയരാൻ വേണ്ടിയല്ലേ? അങ്ങനെ പ്രവാസ ജീവിതം തിരഞ്ഞെടുത്ത ശ്രീലക്ഷ്മിക്ക് സംഭവിച്ചത് മറ്റൊന്നാണ്. അപ്പൊ നമുക്ക് ആദ്യമുള്ള കഥകളിൽ കേൾക്കാം. ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ പ്രാരാബ്ദം, പ്രശ്നങ്ങള്, ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഗൾഫിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. പ്രവാസിയാകാൻ തീരുമാനിച്ചു. അപ്പൊ നമുക്ക് പരിചയമുള്ള ഒരു ലേഡിയെ പരിചയപ്പെടുന്നു. അങ്ങനെ അവര് ഗൾഫിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. എന്ത് ജോലി ചെയ്യാമെന്ന് എന്നോടൊപ്പം ചോദിച്ചു. അപ്പൊ എൻ്റെ പ്രാരാബ്ദം കാരണം ഞാൻ എന്ത് ജോലിയും ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അവര് കുറച്ച് എമൗണ്ട് പറഞ്ഞു. ഞാൻ അങ്ങനെ, കയ്യിലില്ലല്ലോ, നമ്മുടെ കയ്യിലൊന്നുമില്ല. അങ്ങനെ കുറെ ലോണും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഞാൻ ആ പൈസ അവർക്ക് കൊടുത്തു. ആദ്യം 1.5 ലക്ഷം രൂപ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും വേണമെന്ന് പറഞ്ഞു. പിന്നെ 1 ലക്ഷം രൂപ കൊടുത്തു. പിന്നെ പുള്ളിക്കാരത്തിൻ്റെ അച്ഛൻ നമ്മളെ കാണാൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 25,000 കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എല്ലാം ലോണാ, നമ്മുടെ കയ്യിലൊന്നും ഇല്ല. എല്ലാം ലോൺ എടുത്ത് ഇങ്ങനെ ക്യാഷ് കൊടുത്തോണ്ടിരുന്നു. പോവാൻ സമയമായപ്പോൾ ഇവർ തന്നെ പറഞ്ഞു, ടിക്കറ്റ് ഞാൻ എടുത്തിട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ പൈസ കൊടുത്തതെന്ന് വെച്ചാൽ എനിക്ക് പുറത്ത് വിസ അടിക്കണം, ഒരാളുടെ കീഴിലല്ല, അല്ലാതെ ഞാൻ കാശ് കൊടുത്തിട്ട് വിസ അടിച്ചിട്ട് നമ്മൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നു. എവിടെയാണോ പോകേണ്ടത് അവിടെ പോകുന്നു. ബേബി കെയർ, കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. തിരിച്ച് ജോലി കഴിയുന്നോണ്ട് നമുക്ക് നമ്മുടെ റൂമിൽ വന്ന് ഫുഡ് ഉണ്ടാക്കാൻ, കഴിക്കാം, കിടന്നുറങ്ങാം. അങ്ങനെ കടം മേടിച്ച പൈസയുമായിട്ട് ഗൾഫിലേക്ക് പോകുന്നു. അവിടെ ചെന്നതിന് ശേഷം സംഭവിച്ചത് എന്തുവാ? കൊണ്ടുപോയ ഒരു ദിവസം അവരുടെ വീട്ടിൽ നിർത്തി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ പറഞ്ഞു, നിനക്ക് വിസ അടിക്കുന്ന അറബി വന്നിട്ടുണ്ട്, അപ്പൊ അവരുടെ വീട്ടിൽ ഒരാഴ്ച നിൽക്കണമെന്ന് പറഞ്ഞു.
അങ്ങനെ ഓക്കെ ഞാൻ സമ്മതിച്ചു. എനിക്ക് അറബി ഭാഷയൊന്നും അറിയത്തില്ല, എന്തോ സംസാരിക്കണം എന്നറിയില്ല. ഇവര് പറയുന്നത് നമ്മൾ വിശ്വസിക്കുക, അത്രേ ഉള്ളൂ. ആകെ അറിയുന്ന ഭാഷ മലയാളം. മലയാളം. അപ്പോൾ അങ്ങനെ ഇവര് പറഞ്ഞു അറബി വരുമെന്ന് പറഞ്ഞു. അറബിയെ കണ്ടു, സംസാരിച്ചു. അപ്പൊ തന്നെ അറബി കൂട്ടിക്കൊണ്ടുപോയി, ഇവരുടെ അറബീന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. എന്നോട് കൊണ്ടുപോയവർ പറയുന്ന ഒരാഴ്ച നിന്ന് കഴിഞ്ഞിട്ട് അവരുടെ കുട്ടികളെ നോക്കിയെല്ലാം ഓക്കെ ആയി എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവര് പുറത്ത് വിസ അടിച്ചു തരുന്നത്. അവരാണ് വിസ അടിച്ചു തരുന്നത്, കാശ് എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞു. അത് വിശ്വസിച്ച് ഞാൻ ഈ അറബിയുടെ വീട്ടിൽ നിന്നു. ചെന്നേന്റെ അന്ന് കുഴപ്പമില്ല, പിറ്റേന്ന് മുതൽ ഫുള്ള് അവിടുത്തെ ജോലി. എന്തൊക്കെ ജോലി ചെയ്തു അവിടെ? എല്ലാം. വാഷ്റൂം ക്ലീൻ ചെയ്യണം, അവരുടെ ഡ്രസ്സ് കഴുകണം, എല്ലാം. ഒരു വീട്ടിലെ എന്ത് ജോലിയുണ്ടോ അങ്ങനെ. നമ്മുടെ നാട്ടിലെ ജോലി ചെയ്തല്ല അവിടെ. അവിടെ എപ്പോഴും ജോലി തന്നെ. എപ്പോഴും നമ്മളിങ്ങനെ തൂത്ത് തുടച്ച് ഇങ്ങനെ ഇരിക്കണം. ഇരിക്കാൻ പറ്റില്ല, അങ്ങനൊന്നും ഇല്ല. അവിടെ അടിമയാണ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ. പിന്നെ അങ്ങനെ ജോലികളൊക്കെ ഇങ്ങനെ പോകുന്നു. 2 കുട്ടികള്. പിന്നെ അന്ന് തന്നെ അവിടുത്തെ മേഡത്തിന്റെ, അറബിയുടെ വൈഫിന്റെ അമ്മ വീട്ടിൽ പോകും. പുള്ളിക്കാരത്തിന്റെ വീട്ടിൽ പോകണം. അവിടെ ക്യാൻസർ വന്ന ഒരു അമ്മ, അവിടുത്തെ പുള്ളിക്കാരത്തിന്റെ അച്ഛൻ, പിന്നെ അവരുടെ ഫാമിലി, ഇവര് കുറെ ആൾക്കാരായിട്ട് താമസിക്കുക. അവരെല്ലാം ഡ്രസ്സ് വാഷ് ചെയ്യണം, കിച്ചൺ ക്ലീന്, പാത്രങ്ങളെല്ലാം കഴുകുക, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. ഫുഡ് ഉണ്ടാക്കാൻ എനിക്കറിയില്ല, ഇവരുടെ ഫുഡൊന്നും എനിക്കറിയില്ല. അന്നേരം മുതൽ തുടങ്ങിയതാണ് എൻ്റെ ദുരിതങ്ങൾ. ഈ പുള്ളിക്കാരത്തിൻ്റെ അമ്മ ക്യാൻസർ പേഷ്യൻ്റ് ആണ്. അപ്പോൾ ഇവരിങ്ങനെ ഒരു വടി കുത്തി നടക്കും. ഇവരെന്തൊക്കെയോ നമ്മളോട് പറയുക അറബിയിൽ. എനിക്കത് അറിയില്ല എന്തുവാന്ന്, എന്തൊക്കെയോ ചെയ്യാൻ പറയുകയാണ്, എനിക്കറിയില്ല. ഞാനിങ്ങനെ വെറുതെ നിൽക്കും, എന്താണെന്ന് മനസ്സിലാവാൻ നിൽക്കുമ്പോൾ ഇവരെ അടിക്കുകയാണ്. ഇവർക്ക് അറിയില്ലായിരിക്കും പറഞ്ഞു തരാൻ, എനിക്കറിയില്ല. ഇത് മനസ്സിലാവാത്തോണ്ടാണ് നിൽക്കുന്നതെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മൾ മനസ്സിലാക്കാതെ നിൽക്കുമ്പോൾ അടിയാണ്, വടി വെച്ച് അടിക്കുക, പിടിച്ച് തെള്ളുക. ഇവര് വാഷ്റൂമിലിരിക്കും, വാഷ്റൂമിൽ പോയി ഇരിക്കുമ്പോൾ നമ്മളും ചെല്ലണം അവിടെ, ക്ലീൻ ചെയ്യണം. അവര് വാഷ്റൂമിൽ ഇരിക്കുമ്പോൾ അവരുടെ അടുത്തിരുന്ന് ക്ലീൻ ചെയ്യണം നമ്മള്. അങ്ങനത്തെ ഒരു ഗതികെട്ട അവസ്ഥ. അത് അവിടെ മുതല് ദുരനുഭവം തുടങ്ങി. ഉപദ്രവിച്ചിരുന്നു അവര് ഇഷ്ടം പോലെ, അടിച്ചു. ശരിക്കടി. അവിടെ എങ്ങനെ പ്രതികരിച്ചു ശ്രീലക്ഷ്മി? എനിക്ക് സംസാരിക്കാൻ അറിയില്ല. കരയുക, കൈ കൂപ്പിയിട്ട് മലയാളത്തിൽ പറയാനൊന്നും ചെയ്യല്. പിന്നെ കുറച്ച് ഇംഗ്ലീഷ് അറിയാം. അവർക്ക് എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയുന്ന ഇതല്ല. അറബികള് അവർ അറബിയിൽ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ ശ്രീലക്ഷ്മി നിരന്തരമായിട്ട് മോഡൽ ഫോട്ടോഷൂട്ട് ചെയ്യുന്നു, വീഡിയോ ചെയ്യുന്നു. ഇതിൽ വന്നൊരു കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഇവൾ അവിടുന്ന് ഒരുത്തിനെ പറ്റിച്ചിട്ട് വന്നതാണ്, അവിടെ കരഞ്ഞു മൂങ്ങി നിന്നവള് ഇവിടെ വന്ന് സന്തോഷിക്കുന്നു, ചിരിക്കുന്നു, ജയിലിൽ കിടന്നവളാണ് ഇവള്. അങ്ങനെ പറയുമ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ജയിലിൽ കിടന്നിട്ടുണ്ടോ? ജയിലിൽ കിടന്നിട്ടുണ്ട്. അതെന്തുവാ? അത് കൊണ്ടുപോയി തന്നെ ചതിച്ചതാണ്. എനിക്ക് വീട്ടിൽ നിൽക്കാൻ കഴിയില്ല, ഞാൻ ഇങ്ങനത്തെ ജോലിക്കല്ലല്ലോ വന്നേ, എനിക്ക് നാട്ടിൽ പോകണമെന്ന് അറബീൻ്റെ അടുത്ത് പറയുമ്പോൾ അറബി പറയുന്നത്, ഇവര് കൊണ്ടുപോയവര് അറബീൻ്റെ അടുത്ത് ക്യാഷ് വാങ്ങിയിട്ട് എന്നെ കൊടുത്തതാണ്. അപ്പൊ അറബി എന്നെ വിടില്ല, അറബിക്ക് വേണ്ടി വിറ്റു, അറബിക്ക് വേണ്ടി എന്നെ വിറ്റു. അതാണ് ശരിക്കും ഇവര് ചെയ്തത്. അപ്പോ ഈ ഫസ്റ്റ് ഇവര് തന്നെ, ഈ കൊണ്ടുപോയവര് തന്നെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ ഇവര് തന്നെ എന്നോട് ആദ്യം പറഞ്ഞിരുന്നു, ഇറങ്ങി ഓടാൻ പറ്റുമെങ്കിൽ, കൊണ്ടുപോയ ലേഡി എന്നോട് പറഞ്ഞിരുന്നു, ഇറങ്ങി അവിടെ നിന്ന് ഓടി എൻ്റെ അടുത്ത് വരാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു, രക്ഷിക്കാന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയ ചെയ്തേ. ഓടി ഇവരോട് വിളിച്ചു, ഇവര് തന്നെ വന്ന് എന്നെ പിക്ക് ചെയ്തു, വണ്ടിയിൽ വന്ന് പിക്ക് ചെയ്തു, ഇവരുടെ റൂമിൽ കൊണ്ടുപോയി. പക്ഷെ അപ്പോഴത്തേക്ക് അറബിയുടെ കോളും കാര്യങ്ങളൊക്കെ വന്നിട്ട്, അവരുടെ വീട്ടിലെ കെദ്ദാമയാണല്ലോ ഞാൻ, അവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന. അപ്പൊ കെദ്ദാമ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കേസായി. വസ്ത്രമെല്ലാം ഗദ്ദാമയുടെ വസ്ത്രം, അത് തന്നെ ഒരു വലിയ വസ്ത്രം, അറിയായിരിക്കും പ്രവാസികളായിട്ടുള്ള എല്ലാവർക്കും അറിയാം വേഷം എന്താണെന്ന്. അത് അങ്ങനെ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇവര് തന്നെ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാണ്. ഇവര് തന്നെ ഇറങ്ങി വരാൻ പറഞ്ഞു, ഇവര് തന്നെ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അങ്ങനെ അവരുടെ വീട്ടിലെ ഗദ്ദാമ പോയതുകൊണ്ട് അവർക്ക് എന്തും പറയാം. അവിടെ ചെന്നപ്പോ അറബി ഉണ്ടായിരുന്നു സ്റ്റേഷനിൽ? ഉണ്ട്, അറബി ഉണ്ട്, അറബിയും വൈഫും എല്ലാം ഉണ്ട്. അന്നൊരു ദിവസം അവിടെ എനിക്ക് കിടക്കേണ്ടി വന്നു ആ ജയിലിൽ. ഒരു ദിവസം അന്ന് ആ ജയിലിൽ കിടക്കേണ്ടി വന്നു. എന്നിട്ട് പിറ്റേന്ന് എന്റെ ഭാഗത്ത് തെറ്റില്ല, അടിയും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റി, പാസ്പോർട്ടും തിരിച്ചു കിട്ടി. അങ്ങനെ അന്ന് ഇറങ്ങിയപ്പോഴും ഞാൻ ഇവരോട് പറഞ്ഞു, എന്നെ ഇനി നാട്ടിൽ കയറ്റിവിടെ, എനിക്ക് നിക്കണ്ട. അനുഭവിച്ചു, അത്രമേൽ ഞാൻ അനുഭവിച്ചു. ഫുഡൊന്നും കഴിക്കാനില്ലാതെ എൻ്റെ ഓരോ എല്ലുകൾ ഇങ്ങനെ എണ്ണിപ്പറക്കാം. കണ്ണാടിയിൽ ഞാൻ തന്നെ പോയി നിന്ന് നോക്കും, എൻ്റെ ഓരോ വാരിയെല്ലുകൾ എനിക്കിങ്ങനെ എണ്ണാം. വിശന്നിട്ട് കഴിക്കാനൊന്നും ഇല്ലാഞ്ഞിട്ട്, ആഹാരം പോലും ഇല്ല. അവര് കളയുന്ന വേസ്റ്റ് അതെനിക്ക് കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. വേസ്റ്റ് കൈയിട്ട് വാരി ഞാൻ കഴിച്ചിട്ടുണ്ട്.
ആഹാരം പോലും അവർ തന്നിട്ടില്ല. വെള്ളം മാത്രം കുടിക്കുക. അവര് കഴിച്ചോ കുടിച്ചോ ഇതൊന്നും ചോദിക്കത്തില്ല. അവരുടെ ഇഷ്ടത്തിന് കഴിക്കും, എപ്പോഴും പുറത്തു പോയി കഴിക്കും. അവരുടെ കൂടെ നമ്മളും പോകും, പക്ഷെ നമുക്ക് ഫുഡൊന്നും ഇല്ല. നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം, വിശക്കുമ്പോഴും വെള്ളം കുടിക്കുക. പിന്നെ കുബൂസ്, എപ്പോഴെങ്കിലും ഒരു കുബൂസ് ഒരെണ്ണം അവർ കഴിക്കുമ്പോൾ ഒന്നാ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് തരും. ഈ എച്ചില് പാത്രത്തിൽ നിന്ന് ശ്രീലക്ഷ്മി കഴിക്കുമ്പം എപ്പോഴെങ്കിലും ചിന്തിച്ചു, എനിക്കൊരാൾ തുണയായിട്ടുണ്ടായിരുന്നെങ്കിൽ, എനിക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു? കാരണം പ്രവാസ ജീവിതം എന്ന് പറയുമ്പോൾ സ്വപ്നം കണ്ടു പോയതല്ലേ ശ്രീലക്ഷ്മി, പക്ഷെ സംഭവിച്ചത് അതല്ല. കഴിക്കാൻ നേരത്ത് എന്ത് തോന്നി? അത് കഴിക്കുമ്പോ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഞാൻ ആലോചിച്ചു, ഒരിക്കലും പ്രവാസിയാവരുത്. ഒരാള് കഴിച്ച വേസ്റ്റ് എടുത്ത് കഴിക്കേണ്ട അവസ്ഥ, അവരുടെ വേസ്റ്റ് ബക്കറ്റിൽ നിന്ന് എടുത്ത് കഴിക്കേണ്ട ഒരു അവസ്ഥ, അതൊരിക്കലും ഒരാൾക്കും ഉണ്ടാവില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അന്ന് എന്ത് പ്രായം ശ്രീലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു? 22 വയസ്സ്. 22 വയസ്സിൽ ജയിലിന്റെ അഴികളിൽ വരെ കിടന്നു. പിന്നീട് ഇവരെ വിശ്വസിച്ച് പിന്നെ ഈ വ്യക്തി അല്ലെ കൊണ്ടുപോയ ഏജന്റ് ഒരു അറബിക്ക് പിന്നെ വിറ്റു. പിന്നെ ഇവരെന്നെ ഒരു അറബിയുടെ വീട്ടിൽ തന്നെ കൊണ്ടുവിട്ടു. അവിടെ എന്തുവാ സംഭവിച്ചേ? അവിടെ ഇത് തന്നെ ഉപദ്രവം. എച്ചിലിന്ന് കഴിക്കുന്നു. അവിടെ വേറെ ജോലിക്കാരി, ഒരു ആന്ധ്ര, അവിടെ ഫുഡ് കിട്ടിയാൽ അവരെനിക്ക് തരില്ല. ഈ ആന്ധ്രാക്കാര് എനിക്ക് തരുന്നില്ല, അവരെടുത്ത് കളയും. ഞാൻ കഴിക്കാൻ, എനിക്കൊരു നേരം കഴിക്കാൻ കിട്ടിയാൽ അത് ഞാൻ അവരുടെ ഉണ്ട് നമ്മളോടുള്ള, അവർക്കും ദേഷ്യം, കൂടെ വർക്ക് ചെയ്ത്. ഈ പുസ്തകങ്ങളിലൊക്കെ നമ്മൾ അടിമയെന്ന് കേട്ടിട്ടുള്ളല്ലേ? മൊത്തത്തിൽ ജീവിതം എന്താന്ന് മനസ്സിലായി അടിമയായിട്ടുള്ള. നല്ല പോലെ. എത്ര ദിവസത്തോളം ജയിലിൽ കിടന്നു? ഒരു 2 മാസം. 2 മാസം കിടന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ആ മരുഭൂമിയിൽ കൂടെ ജയിലിലേക്ക് ശ്രീലക്ഷ്മിയെ കൊണ്ടുപോകുന്ന യാത്രയില് ഇനി എനിക്ക് പുറം ലോകം കാണാൻ പറ്റുമോ? ഒരു മരണം മുഖാമുഖം കണ്ടു ശ്രീലക്ഷ്മിയെ? ഇനി അടുത്തത് മരണമാണ്. ഇനി എന്റെ കുടുംബം കാണാൻ പറ്റുമോ, കുഞ്ഞിനെ കാണാൻ പറ്റുമോ, ഇനി എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥ. എന്നെ അവർ കൊല്ലാൻ കൊണ്ടുപോവായിരിക്കും. മരുഭൂമിയിലൂടെയാണ് ഈ പോലീസ് വണ്ടി പോകുന്നത്. അപ്പോ ഇനി അടുത്ത കൊല്ലുമായിരിക്കും. നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള അങ്ങനെയാണ്, ഗൾഫിൽ കൊന്നുകളയാണ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ. ഇത് ഞാൻ തെറ്റല്ല ചെയ്തത്, എന്റെ സാഹചര്യം കൊണ്ട് എനിക്ക് നിക്കണ്ട, എനിക്ക് നാട്ടിൽ പോയാൽ മതി. അതുകൊണ്ട് എന്തിന്റെ പേരിലാണ് ഇവർ കേസ് കൊടുത്തത്? അതായത് വിറ്റ അറബി അടിമയാണെങ്കിൽ അവിടുന്ന് ഇറങ്ങി ഓടി, അതിനാ കേസ് കൊടുത്തത്. അറബിക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ കൊണ്ടുപോയ ഏജന്റ് മലയാളിയാണോ? മലയാളിയാണ്. എന്തുകൊണ്ട് അവരോട് പ്രതികരിച്ചില്ല ശ്രീലക്ഷ്മി? പ്രതികരിച്ചില്ല ഞാൻ. കാരണം ഞാൻ അനുഭവിക്കേണ്ടതെല്ലാം ഞാൻ അനുഭവിച്ചു. ആദ്യം അവരെ വിശ്വസിച്ചു, രണ്ടാമതും അവരെ വിശ്വസിച്ചിട്ട് രണ്ടാമത് എന്നോട് ഇതുപോലെ അറബി പാസ്പോർട്ട് തരും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരുടെ അടുത്ത് തന്നെ പിന്നെയും പോവുക ചെയ്തത്, ഇവരെ വിശ്വസിച്ചിട്ട്. അപ്പൊ ഇവരെനിക്കൊരു ചായയും ഒരു ഉഴുന്നുവടയൊക്കെ വാങ്ങി ഒരു കടയിൽ നിന്ന് വാങ്ങി തന്നിട്ട് ഇനി പോവല്ലേന്ന് പറഞ്ഞു. വെളിയിൽ ഇറങ്ങുമ്പോൾ ചുറ്റും പോലീസുകാരാണ്. പോലീസ് അങ്ങ് വളഞ്ഞു. അപ്പൊ ഇവരെന്നോട് ചോദ്യം ചോദിച്ചു, പോവല്ലേന്ന്, അവരുടെ കൂടെ പോവല്ലേന്ന്. അപ്പോഴും ഞാൻ അവരെ വിശ്വസിക്കുക ചെയ്തത്. ആ വിശ്വാസത്തിനൊരു വിലയില്ലാത്ത ഒരു ചതിയായിപ്പോയി. അവരുടെ ജയിലിലേക്ക് പോവായിരുന്നു. പോലീസുകാർ നേരെ ജയിലിലേക്ക്. പറയാൻ ഭാഷ അറിയത്തില്ല, ഒന്നും അറിയില്ല, സംസാരിക്കാൻ അറിയത്തില്ല. ആ ജയിലിൽ കിടന്നപ്പം കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഒരുപാട്. ഫസ്റ്റ് ഇവര് കൊണ്ടുപോകുന്ന ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് ഒരു ജയിലിനകത്ത് ഇടുക ചെയ്ത്. അത് കഴിഞ്ഞിട്ട് എപ്പോഴും ഒരു സമയമായപ്പോ 2 പോലീസുകാർ വന്നിട്ട് വേറൊരു ജയിലിലേക്ക് കൊണ്ടുപോയി. അതും മരുഭൂമി കൂടി ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോഴും എന്റെ ചിന്ത കൊല്ലാൻ കൊണ്ടുപോവാണ്, ഇനി കൊല്ലുമായിരിക്കും, മരണമാണ് എന്റെ മുന്നിൽ, മരണമാണ്. ഞാൻ കേട്ട കഥകളെല്ലാം അങ്ങനെയാണ്. മരണമാണ് എന്റെ മുന്നിൽ, ഇനി എന്താണെന്ന് അറിയില്ല. അവിടുന്ന് ഇവര് നേരെ വേറൊരു ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കുറച്ച് ആൾക്കാർ അകത്ത് എന്നെ കയറ്റിയപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ കിടക്കുന്നുണ്ട്, കുറച്ച് ലേഡീസ്, പല സ്ഥലത്തുള്ളവരാ, മലയാളികളൊന്നുമില്ല, ഞാൻ മാത്രം അതിനകത്ത് മലയാളി. അപ്പൊ എനിക്ക് ഇവരോട് സംസാരിച്ച് എന്തുവാന്ന് ചോദിക്കാറില്ല. അവിടെ കിടക്കുന്നവർക്കും അറിയില്ല ഇനി എന്താ സംഭവിക്കുന്നതെന്ന്, അവർക്കും അറിയില്ല. എല്ലാവരും കരച്ചിലും, കുടുംബത്തെ കുറിച്ച് അറിയാൻ പറ്റില്ല, വെളി ലോകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഇരുട്ടിനകത്ത് ഇങ്ങനെ കിടക്കുക.
ഞാൻ അവിടെ കരഞ്ഞ് കുറേ ദിവസങ്ങൾ കടന്നു. അപ്പോൾ ഒരു ദിവസം പേര് വിളിച്ചിങ്ങനെ ഓരോ ദിവസവും പേര് വിളിച്ച് 2-3 പേരെ കൊണ്ടുപോകുന്നുണ്ട് ഇവര്. അപ്പൊ നമ്മുടെ ചിന്ത അപ്പോഴും കൊല്ലാൻ കൊണ്ടുപോകും, പേര് വിളിച്ച് കൊണ്ടുപോയി കൊല്ലുക. ഈ കിടക്കുന്നവരെല്ലാം കുറ്റവാളികളാണല്ലോ, കൊല്ലാൻ കൊണ്ടുപോവുക. എന്റെയും പേര് വിളിച്ചൊരു ദിവസം അങ്ങനെ മരണത്തിലേക്കുള്ള പോക്ക്. അങ്ങനെ പോവുകയാണ് ഞാൻ. വീണ്ടും അവര് ഒരു ജയിലിലേക്ക് കൊണ്ട്, അവിടെ വലിയ ജയിലാ, ഈ കിടന്നിടത്തെ പോലെയൊന്നും അല്ല. പല സ്ഥലത്തുള്ള പല ആൾക്കാർ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കാരണം അറബികളെ പിടിച്ച് ജയിലിൽ ഇട്ടേക്കുന്നതാണ്. തെറ്റ് ചെയ്തവരും ചെയ്യാത്തവരുമായിട്ടുള്ളവരുണ്ട്. ഉണ്ട്, ഒരു തെറ്റും ചെയ്യാതെ കിടക്കുന്നവരുണ്ട്. എയർപോർട്ടിൽ നിന്നൊക്കെ പാസ്പോർട്ടിനകത്തിലെ ചെറിയ പേരിന്റെ ഒക്കെ വ്യത്യാസത്തിലൊക്കെ വന്ന് കിടക്കുന്നവരുണ്ട്, പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രീലക്ഷ്മി, ഈ കുവൈറ്റ് പോലുള്ള സ്ഥലത്ത് മലയാളികളുണ്ട് തീർച്ചയായിട്ടും. അതിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, യൂട്യൂബേഴ്സ് ഉണ്ട്. ഇവരാരും ശ്രീലക്ഷ്മിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടില്ലേ? ഉണ്ട്. എനിക്ക് ആ സമയത്ത് എൻ്റെ ഒരു ബന്ധു, ഒരു ചേച്ചി പറഞ്ഞു, ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, നീ ഫോൺ കിട്ടുവാണെങ്കിൽ അതൊന്ന് എടുത്തിട്ട് അതിനകത്ത് നിന്റെ കാര്യങ്ങൾ പറയുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ഓൺ വോയിസ് കരഞ്ഞുകൊണ്ട് ഓൺ വോയിസ് ഇട്ടു. ആ കരച്ചിലാണ് ഇപ്പൊ ട്രോളുകളായി മാറിയേക്കുന്നത്. അന്ന് കരഞ്ഞ ശ്രീകുട്ടി ഇന്നിപ്പോ ഇങ്ങനെ നിൽക്കുന്നു, ചിരിക്കുന്നു. അതാണ് പ്രശ്നം. ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കണം. അതെ, കരയണം. അപ്പൊ അന്ന് അങ്ങനെ കരഞ്ഞ് വീഡിയോ ഇട്ടു. അപ്പൊ എല്ലാ പ്രവാസികളും എനിക്ക് സപ്പോർട്ടായിട്ട് വന്നു. അങ്ങനെയാണ് അച്ചായൻ കുവൈറ്റ് എന്ന് പറഞ്ഞ ഒരാളും ഷൈൻ കുവൈറ്റ് എന്ന് പറഞ്ഞൊരു ചേട്ടനും കൂടെ എനിക്ക് മെസ്സേജ് അയച്ചു. എന്നോട് അവരും പറഞ്ഞിരുന്നു, നിനക്ക് എങ്ങനെയും എംബസി പോകാൻ പറ്റിയെങ്കിൽ രക്ഷപ്പെടാം, നിനക്ക് നാട്ടിലെത്താം, എങ്ങനെയും നീ എംബസിയിൽ എത്തിപ്പെട്ട നിന്നെ നാട്ടിൽ കയറ്റി വിടുന്ന കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ടിക്ടോക്കിൽ നിന്ന് 2 ഫ്രണ്ട്സിനെ മെസ്സേജ് അയച്ച് കൂട്ടായി. അങ്ങനെ എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാൻ ഒരവസരം കിട്ടി. അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. അന്ന് ഫോണൊന്നും നമുക്ക് ഇവർ തരില്ല. ഫോൺ എനിക്ക് ക്ലീൻ ചെയ്തു പോയ സമയത്ത് ടേബിളിനകത്ത് വെച്ചിട്ട് ഫോൺ കിട്ടി. ഞാനതെടുത്ത് പാത്ത് വെച്ചു. എന്നിട്ട് നെറ്റ് ഇവരുടെ റൂമിൽ ഇവർ ഇടയ്ക്കൊന്ന് കണക്ട് ചെയ്ത് തരത്തുള്ളൂ. വൈഫൈ നമുക്ക് വീട്ടിലൊന്ന് വിളിക്കാൻ വല്ലപ്പോഴും ഒന്ന് കണക്ട് ചെയ്ത് തരും, അത്രയേ ഉള്ളൂ. വേറെ ആരെയും വിളിക്കാനും പറ്റത്തില്ല. എന്നെ കൊണ്ടുപോയവർ ഒരു കോണ്ടാക്റ്റും ഇല്ല, അവർ വിട്ട് കളഞ്ഞു എന്നെ. കാരണം എനിക്ക് അവരോടെ പറയാൻ പറ്റുള്ളൂ, എന്നെ രക്ഷിക്കണം, എനിക്കിനി പറ്റില്ല എന്ന്. പക്ഷെ അവരുമായിട്ട് എനിക്ക് ഒരു കോണ്ടാക്റ്റും ചെയ്യാൻ പറ്റാത്ത രീതി. ഇനി അവർ പറഞ്ഞിട്ടുണ്ടാവും കോണ്ടാക്ട് ചെയ്ത് കൊടുക്കണ്ടെന്ന്. അങ്ങനെയാണോന്നും എനിക്കറിയില്ല. ഫോൺ കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. ഫോണൊന്നും കിട്ടിയില്ല. അങ്ങനെ അന്ന് എനിക്ക് ക്ലീൻ ചെയ്ത് പോയപ്പോൾ എൻ്റെ ഫോൺ എന്തോ ദൈവഭാഗ്യത്തിന് കിട്ടി. ആ ഫോൺ എടുത്ത് ഞാൻ എനിക്ക് മനസ്സ് പറഞ്ഞു എടുത്തു വെക്കുക. എനിക്ക് എങ്ങനെയും ഒന്ന് വീട്ടിൽ വിളിക്കണം, എനിക്ക് എത്രയേ ഉള്ളൂ, എങ്ങനെയും ഒന്ന് വീട്ടിൽ വിളിക്കണം. ആ വീട്ടിൽ നിൽക്കുമ്പോഴും ഞാൻ മരിക്കാന്ന് ചിന്തിച്ചു. കാരണം അത്രയ്ക്ക് വിശപ്പ് സഹിച്ച ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ജീവിക്കുന്ന തന്നെ വിശപ്പാകാറ്റാണ്. ആ വിശപ്പ് ഒരു നേരം ഫുള്ള് സമയം വെള്ളം കുടിച്ച് കിടക്കുന്ന ഒരവസ്ഥ. ഈ കുഞ്ഞിനെ കാണാതെ എങ്ങനെയായിരുന്നു? കുഞ്ഞന്ന് പൊടിയാണ്, ചെറുതാ. കുഞ്ഞിനെ നിന്നു, വേറെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരുപാട് പ്രതീക്ഷയോട് പോയതാ. കുഞ്ഞിനെ വിളിക്കാം, നല്ല കാശുണ്ടാക്കി നല്ലപോലെ വളർത്താം, അമ്മ അച്ഛനെ നോക്കാം, എല്ലാം ഒരു പ്രതീക്ഷയിൽ പോയതാ. പക്ഷെ എല്ലാം വിപരീതമായിട്ടാണ് നടന്നത്. ശ്രീലക്ഷ്മി ജീവിതത്തിൽ എന്തൊരു അവസ്ഥ വന്നാലും താങ്ങായിട്ട് അമ്മയെങ്കിലും കൂടെ കാണത്തില്ലേ? താങ്ങായിട്ട് കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലുള്ള അമ്മയല്ല എൻ്റെ അമ്മ. അമ്മയ്ക്ക് താങ്ങായിട്ട് ഒരാളെപ്പോഴും വേണം. അമ്മ ജന്മന ഒരു ചെറിയൊരു വൈകല്യമുള്ള ആളാണ്, പിന്നെ ഒരു മെൻ്റൽ പേഷ്യൻ്റ് കൂടാണ്. അപ്പോൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ അച്ഛനാണ് നോക്കുന്നത്. അമ്മ ഒരാൾ ഹെൽപ്പ് ചെയ്തെപ്പോഴും വേണം. അപ്പം അങ്ങനെയുള്ള അമ്മ എന്നെ എങ്ങനെ നിനക്ക് സുഖമാണോ മോളേന്ന് പോലും ചോദിക്കാൻ എൻ്റെ അമ്മയ്ക്ക് കഴിയില്ല. ഞാൻ എപ്പോഴും ഓർക്കും, എല്ലാവർക്കും അമ്മയെങ്കിലും വിളിച്ച് ചോദിക്കും നിനക്ക് സുഖമാണോ എന്ന്. എനിക്ക് ദൈവം അതുപോലും തന്നിട്ടില്ല എന്നിങ്ങനെ ആലോചിക്കും. പിന്നെ കൂടപ്പിറപ്പുകളില്ല, ഞാൻ ഒറ്റ മോളാണ്. അപ്പം അങ്ങനെ എനിക്ക് ഒരാളോട് പോയിട്ട് എൻ്റെ സങ്കടം പറയാനില്ല. ആരുടെ അടുത്തുനിന്ന് സപ്പോർട്ടിന് എനിക്ക് ആരുമില്ല. ഇന്ന് ഈ കാണുന്ന മലയാളി പ്രേക്ഷകരുണ്ട് കേട്ടോ, ഒന്നടങ്കം. ഇനി കരയില്ല. കാരണം ജീവിതത്തിൽ അത്രമേൽ തീർച്ചയായിട്ടും മനസ്സിലാവും. ആ കണ്ണീരെന്ന് പറയുന്നത് അത്ര അനുഭവിച്ചു. ഒരു മനുഷ്യൻ ജീവിക്കുന്നതിന് ആഹാരം കഴിക്കാനാണ്, അതുപോലും ഇല്ലാത്ത അവസ്ഥയിൽ. അപ്പോഴും ഞാൻ ചോദിക്കുന്നു ശ്രീലക്ഷ്മി, ഇന്ന് ചതിച്ച ആ തെമ്മാടികള് ഇന്ന് ഈ ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ ഈ നിമിഷം എന്തോ പറയാനുള്ളത്? ആരോടും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. അന്ന് അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ ഇന്നും ജയിലിൽ കിടന്നവളെന്ന് ആ പേര് കേട്ട് ജീവിക്കുന്നവളാണ് ഞാൻ. ഇനി ഒരു പെൺകുട്ടിയുടെയും ജീവിതം വെച്ച് ഇങ്ങനെ ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ എനിക്ക് പറയാം.
ഒരാളെയും ചതിക്കാതിരിക്കുക, വിശ്വസിക്കുന്നവരെ ചതിക്കരുത്, അത്രയും. 22-ാം വയസ്സില് ഇത്രയൊക്കെ അനുഭവിച്ചു അവിടുന്ന് തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആ ഒരു വിൽ പവർ സംഭവിക്കണം കേട്ടോ. അതിലൊന്നും നമുക്ക് പറയാനില്ല. നാട്ടിൽ ഞാൻ വന്നിട്ട് എനിക്ക് UAE കുറെ ആൾക്കാർ ഓഫർ ചെയ്തു. അങ്ങനെ എനിക്ക് എൻ്റെ അമ്മ തുല്യമായ അമ്മ, അങ്ങനെയാണെങ്കിലും എനിക്ക് അമ്മയെ പോലെ തുല്യമായ ഒരാളുണ്ട്, പ്രിയ എന്ന പേര്. ചേച്ചി എന്നെ UAE കൊണ്ടുപോയി, തിരിച്ചു കൊണ്ടുപോയി. UAE കൊണ്ടുപോയി സ്വന്തം മോളെ പോലെ അവരുടെ മക്കളുടെ കൂട്ടത്തിൽ എന്നെ നിർത്തി ഒരാഴ്ച അവിടെ നിർത്തി UAE മൊത്തം കാണിച്ചു തന്നു. എന്നിട്ട് ചേച്ചി ശരിക്കും എഫേർട്ട് എടുത്തിട്ട് എനിക്ക് കുറെ ആൾക്കാർ എനിക്ക് ജോലി തന്നു. ജോലിയുടെ ഇത് കോള് വന്നു, അങ്ങനെ ഞാൻ ജോലി ചെയ്തു. അപ്പൊ സീറോയിന്ന് ഹീറോ ആയി എന്ന് എല്ലാരും പറഞ്ഞു വന്നു ശ്രീകുട്ടി. എന്നെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നതിൽ അതിന് ഒന്നാമത്തെ ആള് പ്രിയ. പ്രിയക്ക് ഒരു കൈയ്യടി നമ്മൾ കൊടുക്കണം കേട്ടോ. താങ്ക് യു പ്രിയ, താങ്ക് യു സോ മച്ച്. ശ്രീലക്ഷ്മി അതിനുശേഷം നാട്ടിൽ വരുന്നു, ഫാമിലിയെ നോക്കുന്നു, സ്വന്തം ആഗ്രഹമായ അഭിനയത്തിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നു. ഇപ്പോ എനിക്ക് അഭിനയിക്കണമെന്ന ആഗ്രഹം ചെറുതിലേ മുതലേ ഉണ്ടായിരുന്നു. എന്റെ സാഹചര്യം അതല്ലായിരുന്നു, ആരും ഹെൽപ്പ് ചെയ്യാനും ഫാമിലി പരമായിട്ട് നോക്കിയിട്ടില്ല, അപ്പോൾ സപ്പോർട്ട് ആരും ഇല്ല. ഇപ്പോ ഞാൻ എന്റെ സ്വന്തം കാലിൽ നിന്നിട്ട് അഭിനയിക്കണം എന്നുള്ള മോഹം. അതായത് ഇത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് ശ്രീലക്ഷ്മിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. ഇല്ല, ഞാൻ ഇപ്പോ ആണ് എനിക്ക് ഇനി ജീവിക്കുകയാണ്. നമ്മളെല്ലാം സപ്പോർട്ടുണ്ട്, ഇനി ജീവിക്കുക. ഇപ്പോഴും വരുന്ന നെഗറ്റീവ് കമന്റ്സ് എന്തോ ശ്രീലക്ഷ്മി? നെഗറ്റീവ് കമന്റ്സ് എന്ന് വെച്ചാൽ ഇപ്പൊ നെഗറ്റീവ് വരാൻ തുടങ്ങി. നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട്, പുള്ളിക്കാരന്റെ കൂടെയാണ് ഞാൻ വീഡിയോ ചെയ്ത് കുറച്ച് ഇപ്പോ അറിയാൻ തുടങ്ങി, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് വൈറലായി തുടങ്ങി. അപ്പോഴത്തേക്ക് നെഗറ്റീവ്. അപ്പോ പിന്നെ കുവൈറ്റിലെ കാര്യങ്ങൾ മൊത്തം വരാൻ തുടങ്ങി. കാരണം പുള്ളിക്കാരന്റെ കൂടെ വീഡിയോ ചെയ്തപ്പോ ഞാൻ അഹങ്കാരിയായി, മോശക്കാരിയായി. പിന്നെ മോഡേൺ ഡ്രസ്സ് ഇട്ടപ്പോഴത്തേക്കും കരയുന്നില്ല, ചിരിക്കുകയാണ് ഞാനിപ്പോ. അതൊക്കെ ഇപ്പൊ ഒരു കുറ്റമായി മാറി. ദാസേട്ടന്റെ കൂടെ വീഡിയോ ചെയ്തതാണ്. ഇട്ട നെഗറ്റീവ് കമന്റിൽ ഏറ്റവും മനസ്സിൽ ആഴമായിട്ട് കൊണ്ടൊരു കമന്റ് ഏതായിരിക്കും ഓർമ്മയിലുള്ളത്? ഏറ്റവും മോശമായ, എനിക്ക് സങ്കടം തോന്നിയ ഒരു ലേഡി എനിക്കൊരു കമന്റ് ഇട്ടിരുന്നു. ഇത് കുവൈറ്റിലെ കരച്ചിൽ ശ്രീകുട്ടി അല്ലേന്ന്. അവരൊരു സ്ത്രീയാണ്. അപ്പൊ ഞാൻ അവരോട് തിരിച്ച് അവർക്ക് മാത്രം റിപ്ലൈ കൊടുത്തു, ഞാൻ ഇനിയും കരയണം, 5-6 വർഷം ആയില്ലേ. അപ്പൊ അവരെനിക്ക് തിരിച്ച് റിപ്ലൈ തന്നു, ഇനിയും കരയണ്ടാന്ന്. അവരുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അവര് എന്തിനാണ് അങ്ങനത്തെ കമന്റ് ഇടുന്നത്? ഇനി കരയണ്ടാന്ന് അവര് തന്നെ റിപ്ലൈ പറഞ്ഞു. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അവർ അങ്ങനെ ഒരു കമന്റ് ഇടുന്നത്? അവർക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? അവരൊരു പെണ്ണല്ലേ, നാളെ അവർക്കും എവിടാന്ന് അറിയില്ല, എവിടെ പോയാലും ഇങ്ങനത്തെ ഒരു സാഹചര്യം ചിലപ്പോ വന്നേക്കാം. അപ്പോ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ എല്ലാരോടും. ആർക്കും എന്ത് എപ്പോ വേണം സംഭവിക്കാം. ഇനി ജീവിതത്തിൽ ഒരു പ്രവാസി ജീവിതത്തിലോട്ട് ഒരു യാത്ര കാണുമോ, അതോ പേടിയാണോ? തീർച്ചയായിട്ടും പേടിയാണ്. പക്ഷെ പ്രിയേച്ചി പ്രവാസിയായിട്ട് നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് പോകുന്നതിന് പേടിയില്ല. കാരണം അവിടെ എനിക്ക് കൈത്താങ്ങായിട്ട് പ്രിയ ഉണ്ട്. ശ്രീലക്ഷ്മി കഥ പറയുമ്പോഴും എല്ലാവർക്കും ഉള്ളൊരു സംശയം, ഈ 2025-ലും ഈ ഉടായ്പകൾ ഉണ്ടോ? തീർച്ചയായിട്ടും എന്നും ഉണ്ട്. നമ്മുടെ നാട്ടിൽ അതില്ലായിരിക്കും. മലയാളികള്, ഞാൻ എല്ലാരെയും അല്ല, ഇതുപോലെ കുറച്ച് ആൾക്കാരുണ്ടാവും ചതിയും വഞ്ചനയും മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുറച്ച്. ശ്രീലക്ഷ്മി ഇപ്പോഴും വിശ്വസിച്ച് പറയാൻ പറ്റുമോ ശ്രീലക്ഷ്മിയെ പോലെ ഇന്നും അനുഭവിക്കുന്ന പെൺകുട്ടികൾ ഒരുപാട് പേരുണ്ടാവും? ഉണ്ട്. ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ, ചേച്ചി എനിക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്? ഇല്ല, എന്നെ പറ്റി ഇപ്പൊ നാട്ടിൽ വന്നോണ്ട് ടിക്ടോക്കും കാര്യങ്ങളും ഇല്ലാത്തോണ്ട് അത്രമേൽ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഒരുപാട് പേര് കാണും. എനിക്ക് അവരോടും പറയാനുള്ള, ഇങ്ങനെ അവരോട് പറയാനുള്ളത് ഈ നിമിഷം പറഞ്ഞു, പേടിച്ചിരിക്കരുത്. നമ്മളെ കൊണ്ടുവന്ന ആരാണോ, അല്ലെങ്കിൽ നമ്മളെ ചതിച്ചത് ആരാണോ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നു, അതൊക്കെ സമൂഹത്തിൽ അറിയിക്കുക. അവിടെ കിടന്ന് കഷ്ടപ്പെടാതെയും ബുദ്ധിമുട്ടാതെ ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാതെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് എന്തിനാ അതിന്റെ ആവശ്യം? സത്യത്തിൽ ഇപ്പൊ ചിന്തിക്കുമ്പോ അങ്ങനെ ഒരു ആവശ്യമില്ല. നമുക്ക് നാട്ടിലും ജോലി കിട്ടും, നല്ലപോലെ ജീവിക്കാം. അപ്പൊ അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു ആപത്തിൽ പെട്ടിട്ട് ഉള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതുപോലെ ആരെങ്കിലും ഒക്കെ അറിയിക്കുക, അല്ലെങ്കിൽ വീഡിയോ എങ്കിലും നിങ്ങൾ ഇടുക, എന്നിട്ട് എങ്ങനെയും രക്ഷപ്പെടാൻ നോക്കുക അവിടെ നിന്ന്. അത്രയ്ക്ക് ജീവിതത്തിൽ എക്സ്ട്രീം സിറ്റുവേഷൻ അനുഭവിച്ചു കഴിഞ്ഞില്ലേ? ഒരുപാട് അനുഭവിച്ചു. ഇനി എന്റെ ജീവിതത്തിൽ കാലാഗ്രഹവാസമാണ് ഏറ്റവും അങ്ങേ അറ്റമുള്ളത്. അതുവരെ എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ അനുഭവിച്ചു. ജയിലിൽ കിടന്നിട്ട് അവിടെ ഒരു തുണി പോലും ഇല്ലാതെ മാനസിക നില തെറ്റിയിട്ട് നടക്കുന്ന സ്ത്രീകളെ ഞാൻ കണ്ടു. ആണ് തീർച്ചയായിട്ടും. അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവര് തെറ്റ് ചെയ്തിട്ടില്ല. പ്രവാസമാണ്. ജയിലിൽ പോയാൽ അവർക്ക് അറിയേണ്ട കാര്യമില്ല നമ്മൾ എന്താ ചെയ്തേ, നമ്മള് തെറ്റ് ചെയ്തിട്ടാണോ. കേസ് ശ്രീലക്ഷ്മിയെ സ്നേഹിക്കുന്ന ഫോളോവേഴ്സിനോടും കുറ്റം പറയുന്നവരോടും എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ നിമിഷം?
സ്നേഹിക്കുന്നവരോടൊക്കെ ഒരുപാട് നന്ദി. എന്നെ ഉം. സപ്പോർട്ട് ചെയ്യുന്നവരോടൊക്കെ എനിക്കും തിരിച്ച് സ്നേഹം. എന്നെ വിമർശിക്കുന്നവരോട് എനിക്ക് സ്നേഹമുള്ളൂ, മനസ്സിൽ ഒന്നുമില്ല. അവരോട് എനിക്ക് പറയാനുള്ള, ഞാനൊരു തെറ്റ് ചെയ്തിട്ട് പോയല്ല, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ പറ്റാത്ത കൊണ്ടും എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു. അങ്ങനെ പോലീസിന്റെ പിടിയിലായിട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നതാണ്. ഒരു തെറ്റ് ചെയ്തിട്ട് പോയല്ല. അപ്പം നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഭാഗത്തുള്ള തെറ്റല്ല എന്ന്. എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ആരോടും പറയില്ല. ശ്രീലക്ഷ്മി ഇന്റർവ്യൂവിലൂടെ തെറ്റുകൾ തിരുത്തപ്പെടട്ടെ. ആ. മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ. താങ്ക് യു. ഇനി ശ്രീകുട്ടിക്ക് വേണ്ടി ജീവിക്കുക കേട്ടോ. അമ്മയെ നോക്കുക. അപ്പൊ മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. താങ്ക് യു.